ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് വന്ന് ഇൻട്രോ ഒക്കെ ഡിസ്പ്ലേന് മുമ്പ് വേണ്ടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് എനിക്കറിയാം. സോ അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും, പക്ഷേ ഐ ആം ഷുവർ ദാറ്റ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇമ്പ്രൂവ് ആക്കും. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ 20th ബർത്ത്ഡേ ആണ്. സോ ആൾക്ക് നമ്മൾ കുറച്ച് കുട്ടി സർപ്രൈസസും കുറച്ച് ടാസ്കും പിന്നെ കുറച്ച് കിഡ്സൊക്കെ ഇത്തിരി ആൾ 20th ബർത്ത്ഡേ ആണ്. 20 കിഡ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ആൻഡ് പല സ്ഥലത്തും ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല സ്റ്റോറിലൊക്കെ പോയി അങ്ങനെ എടുത്തു തോന്നാനാണ് ഇഷ്ടം. പക്ഷേ ഞാനൊരു ഗ്രാമപ്രദേശത്തൊന്നുമല്ല, ഒരു ഗ്രാമത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് പല സ്റ്റോർസും പല ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റുകൾ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ഡിസൈഡ് ടു ഗെറ്റ് ഓൺലൈൻ. സോ അങ്ങനെ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എടുക്കാൻ സമയം സാഹചര്യം കിട്ടില്ല. പക്ഷേ ബേക്ക് ചെയ്യുന്നതും അങ്ങനെ ലൈക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ സംഭവമൊക്കെ ഉണ്ട്. ആൻഡ് ആൾറെഡി ബർത്ത്ഡേ ഉണ്ട്. കുറച്ച് മെമ്മറബിൾ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ത്യയിൽ കാണിക്കുന്നത്. ആൻഡ് എങ്ങനെ മെമ്മറബിൾ ആക്കിയെന്നാണ് കാണിക്കുന്നത്. ആൻഡ് അത്രയ്ക്ക് ഉള്ളു ഇടയിൽ ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഫിസിക്കൽ സ്റ്റോറിൽ പോയതിന് കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ക്യൂട്ട് ഡയറി ഉടക്കിയത്. സോ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ആൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക സംഭവിച്ചിട്ട് ക്യൂട്ടാണ്. പിന്നെ ഈ ഒരു കാർഡ് കൂടെ വാങ്ങിച്ചു. അത് നൈസല്ലേ, ഇഷ്ടമായോ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് ഒരു ബട്ടർ കേസിൻ്റെ പാക്ക് പിന്നെ ബ്യൂണെ വാങ്ങിച്ചു. അതും ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് 20 കിഡ്സ് തയ്ക്കണം. പിന്നെ നമ്മൾ 8 സാധനത്തിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പട്ടികകളിൽ ഒരു പ്രോപ്പർ ഫിസിക്കൽ സ്റ്റോറിനകത്ത് തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള നൂലൊക്കെ പൊട്ടിപ്പോയ സാഹചര്യത്തിൽ കുറച്ച് ദൂരം മാറിപ്പോയിട്ട് തന്നെ ഓർഡർ ചെയ്ത സാധനം കളക്ട് ചെയ്യാൻ പോയി. പിന്നെ റാൻഡംലി ഒരു ദിവസം ബോട്ട്സ് പോയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ട്രൈ ഷാമ്പു പെട്ടു. ആൻഡ് ആൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ട്രൈ ഷാമ്പു വാങ്ങണം. സോ ഐ ഡിസൈഡ് ടു ഗെറ്റ് ഇറ്റ്. പിന്നെ ഗായ്സ് ഒരു ബെനിഫിറ്റിൻ്റെ സെലക്ഷൻ ബോക്സിന് ഓൺലൈനിൽ ഓർഡർ ചെയ്തു, ബിക്കോസ് നമ്മുടെ പട്ടികളിൽ അത് കിട്ടത്തില്ല. സോ പിന്നെ ബർത്ത്ഡേ അന്നത്തേക്ക് കുറച്ച് ടാസ്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു. അന്നത്തെ ദിവസം ഒരു കേക്ക് പോയി വാങ്ങിച്ചു. പിന്നെ വേറെ കടയിൽ റാൻഡമിൽ കയറിയപ്പോൾ ഈ ക്യൂട്ട് കുപ്പി കണ്ണിൽ പെട്ടുകൊണ്ട് തന്നെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ആൾക്കാരുടെ യൂസ് ഉണ്ട്. പിന്നെ റാൻഡമിൽ കുറച്ച് കേക്കിൻ്റെ സംഭവങ്ങളും അങ്ങനെ സംഭവങ്ങൾ കടയിൽ പോയി വാങ്ങാൻ കുറച്ച് വിഷ്വൽസാണ് കണ്ടത്. പിന്നെ ആൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് വാങ്ങിച്ചിരുന്നു, ബിക്കോസ് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഓർഗനൈസ് വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഗൈസ് ഈ ഹാമ്പർ ബോക്സിൽ കുറച്ചുകൂടി അടിപൊളിയാക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ 20 ഗിഫ്റ്റിന് വാങ്ങിക്കുമ്പോൾ ഈ ബഡ്ജറ്റൊക്കെ തികയുന്നൊരു അതിനൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ രീതിയിൽ ഇതൊക്കെ വെച്ചും കൊടുത്തു. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഒരു ഒരു ഹാമ്പർ ബോക്സ് എന്ന് പറയാൻ പറ്റും, എന്നാലും ഒരു ഹാമ്പർ ബോക്സാണ്. ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ബാക്കിയുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കി. ആൻഡ് അത്ര അറേഞ്ച്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ്സിലൊക്കെ അങ്ങ് വെച്ചു. നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ ഒളിപ്പിച്ച് വെക്കാന്നുള്ളതായിരുന്നു. ഇത് ആളുടെ ബെഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി വെച്ചു. സോ ഇതിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗൈസ് വീണ്ടും ഓർഗനൈസിങ്. ഇത് ആൾക്കുള്ള കുറച്ച് ടാസ്കിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു പസിൽ ചെയ്യാൻ ഓർത്തു. സോ ഗൈസ് എൻ്റെ തല സഹിതം വെട്ടി എൻ്റെ മനസ്സിൽ നിങ്ങൾ ഓർക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓർഗനൈസിങ് പരിപാടികളൊക്കെ തന്നെയായിരുന്നു. പിന്നെ രാത്രി 12 അതിന് മുൻപ് നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് നമ്മളിന്ന് വാങ്ങിച്ചത് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് റാൻഡംലി ക്യാൻഡിൽസൊക്കെ വെച്ച് കൊടുക്കുന്നതിന് വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. 12 മണിക്കുള്ള സർപ്രൈസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാൻഡിലൊക്കെ കത്തി വന്നപ്പോഴത്തേക്കും 12:02 നമ്മുടെ ക്യാൻഡിൽ ചില കത്താൻ വേണ്ടി ഇച്ചിരി മടിയായിരുന്നു. സോ കുറച്ച് സമയമൊക്കെ എടുത്തു. രാത്രി ആളുടെ റൂമിലേക്ക് ഇതും കൊണ്ടുപോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്.
പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ രാത്രി കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാളത്തേക്കുള്ള ബേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ബേക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ പസിൽ സോൾവ് ചെയ്യാനായിരുന്നു. ഞാൻ എൻ്റെ തലസഹിതം വിട്ട് വെച്ചിരുന്ന ഈ ഫോട്ടോയുടെയൊക്കെ ഒക്കെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുള്ള പരിപാടി നെക്സ്റ്റ് പരിപാടി. Your time starts now. എനിക്കറിയാം. അപമാനിക്കാണ് ഗൈസ് എന്റെ മൂക്കിനെ. ഫോട്ടോ ഒരു മര്യാദ കണ്ടിട്ടില്ല ഗൈസ്. ഇത്രയൊക്കെ ശരിയായി. പക്ഷെ ബാക്കിയൊരു പീസ് മിസ്സിങ് ആയതാണെന്ന് എനിക്കറിയില്ല. എന്താണ്ടൊക്കെ അപാകതകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫേസൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആളെ വിട്ടുകൊടുത്തു. ലാസ്റ്റ് 2 years ആളുകൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം. നല്ല ഫോട്ടോ നോക്കി ഞാൻ 20ാമത്തെ വയസ്സിലായി 20 anymore. സോ അതുകൊണ്ട് ഈ ദിവസം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സോ അതുകൊണ്ട് സ്വന്തമായിട്ട് മോന്തയെ കൊത്തി വരച്ചു കണ്ണടച്ചിട്ട് ഇല്ലേ. ഞാൻ ഒരു തുണി എവിടെ ഒപ്പിച്ചുകൊണ്ട് ഒരു തോർത്ത് കിട്ടുന്നതായിരിക്കും. സോ അത് വെച്ച് ലിപ്സ്റ്റിക് ഇടേണ്ടതാണ്. ബേസിക് നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് പോകുന്നത്. സോ എന്താ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്തിട്ട് ആ ആൻസർ ചെയ്യുമ്പം അത് ബേസ് ചെയ്തിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കാൻ പോകുന്നത്. വേറെ വേണ്ടത് വേറെ വേണ്ടത് ഓപ്പിനെ ഇനി ഈ എല്ലാ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ മാത്രം എടുക്കും. ഹാളൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അപ്പൊ കണ്ടുപിടിക്കാം. ഹോട്ടാണ്. അതിനടിയില്ലേ ഹോട്ടാണ്. ഹോട്ടലിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഗൈസ് കിട്ടിയിരിക്കുന്നു സെറ്റർ അല്ല. സോ ഫസ്റ്റ് സെറ്റ് വന്നിരിക്കുന്നു. ഇത് അൺബോക്സ് ചെയ്യണോ ലാസ്റ്റ് അൺബോക്സ് ചെയ്യണോ? ഗൈസ് ബാക്കി എഴുതുന്നില്ല. ബാക്കി നമുക്ക് ഓഫീസിൽ. സോ നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഈസ് ഇൻ ഓഫീസ് റൂം ഗൈസ്. റൂമിൽ എവിടെയും ഉണ്ട്. കൊറേ കഷ്ടപ്പെട്ടല്ലോ. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. Yes. So guys, this is a gift box. കൂടുതൽ സംസാരിക്കുമ്പോഴേക്കും ആണ് മെയിൻ ഗിഫ്റ്റ്. ഇതിവിടെ കൂട്ടിട്ട് തന്നെ വലിയ കാണിക്കുന്നില്ല. കവർ കണ്ടാണായിരിക്കും കാർഡ് കണ്ടാണായിരിക്കും.
പറഞ്ഞത് ആണല്ലേ Guys, next one. ഇപ്പൊ ഇങ്ങനെ ലാസ്റ്റ് വൺ ഇപ്പൊ ഈ വാ എത്രാമത്തെ 9. രണ്ടുപേരുണ്ട് ഗൈസ്. And 10. ഗൈസ് ഇതിലൊരു കാര്യം വെച്ചാൽ 20 ഇഷ്ടം വാങ്ങിച്ചോട്ട് 15 അടുത്തോട്ട് പോവായിരിക്കും. അതൊക്കെ ഫാക്റ്റാണ്. കാണണ്ട നമ്മുടെ ചാനലിൽ ആരും കുറിച്ച് കാണുന്നതുകൊണ്ട് റോളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഗായ്സ് വരട്ടോ എത്രാമത്തെ 10, 11 മറ്റേ ബോട്ടിൽ 12 അതടുത്തിന് എന്താ അതൊരു കാർഡിയും ഗൈസ് കളഞ്ഞിട്ട് വെറുതെ അല്ല തന്നെ. ബാക്കി നോർമൽ പാറ്റാണ്. ഇത് ബർഗണ്ടി ട്രൗസർ ഗൈസ് ഭയങ്കരണ്ട്. എനിക്ക് ഇതിലൂടെ മാച്ച് ചെയ്ത് വേറെ ചെയ്യാം. And the last is yes. കേസ് ഇതിന്റെ ബ്ലോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വെച്ചിട്ട് പോയ സാധനമാണ്. ഇത് എൻ്റെ റൂമിൽ കയറേണ്ട ആവശ്യമില്ലായിരുന്നു. സോ എൻ്റെ റൂമിൽ ഞാൻ മര്യാദയ്ക്ക് കൂടാതെ വെച്ച സാധനമാണ്. ഇവിടെ ഒരാൾക്ക് വന്ന് ക്യൂരിയോസിറ്റി മൂത്ത് വന്ന് തുറന്ന് നോക്കിയിരുന്നു. സോ വളരെ ഒരു അൺഎക്സ്പെക്ടഡ് റിയാക്ഷൻ ഉണ്ടാവോ? റിയാക്ഷൻ ആയി സൈഡിൽ പുള്ളി ചെയ്തോ മറ്റേ ഈ സംഭവം നല്ല പുള്ളി അങ്ങനെ അവസാനം ഞാൻ മര്യാദ flexible brow texturing wax. Okay. Volumizing mascara. Yep, guys. Cleansing oil. Cleanser. Professional oil cleansing makeup removing cleansing oil. Yeah. സൈസിന് മാതിരി നോക്കി ടെസ്റ്റ് ഇറങ്ങാൻ തരത്തില്ലോ. ലാസ്റ്റ് വൺ ഇസ് ഗൈസ് ഞാൻ ബ്ലഷ് ചെയ്തിരിക്കും. നേരെ കൊടയാ തുടങ്ങിട്ട് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ എഴുതി നമ്മൾ കേക്കിന് ബലൂണൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ബലൂണൊക്കെ വീർപ്പിക്കാനുണ്ടായിരുന്നു. സോ ബലൂണൊക്കെ വീർപ്പിച്ച സംഭവം പൊട്ടിപ്പോന്ന് വീർപ്പിക്കുന്ന അതേ നോർമൽ പരിപാടിയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർലൻഡ് വെച്ച് കൊടുക്കാനുള്ളതായിരുന്നു. ഒരു കട്ടൻ്റെ അങ്ങോട്ട്. സോ വെച്ച് കൊടുക്കുന്ന താരം പോകുന്നതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി കുറച്ച് ബോയൊക്കെ പോയി സെറ്റാക്കി. അതായത് കേസിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡ്രോപ്പ് എ ബർഗണ്ടി ഹാർട്ട്. ആൻഡ് ഈ ഒരു കേക്ക് നല്ല ക്യൂട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മണ്ടലിലേക്ക് ആ ഒരു ക്യാനലിലും അതിൻ്റെ വാമിലിട്ടൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി വന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.